പി ബി സാജൻ, ഈ പുനരധിവാസത്തിന് പല മാതൃകകളുണ്ടല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ പുനരധിവാസത്തിൻ്റെ പല മാതൃകകളും ഒരുപക്ഷെ വേണ്ടത്ര ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. പലരും പരാജയപ്പെട്ടു പോവുകയോ ചിലത് ഭാഗികമായി വിജയിക്കുകയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. പിഴവുകളേറെയുണ്ട്. പുത്തുമലയടക്കമുള്ള മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം പിഴവുകളൊന്നുമില്ലാതെ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ പുനഃസൃഷ്ടിക്കുക എന്ന ഒരു വലിയ എഫേർട്ടാണ് സ്റ്റേറ്റ് എടുക്കാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു ടൗൺഷിപ്പ് മോഡൽ എന്നാണ് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ അതത്ര എളുപ്പം നടക്കുന്നൊരു കാര്യമാണോ എന്നുള്ളതാണ് നമ്പർ 1, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, വയനാട് പോലെ ഒരു പ്രദേശത്ത് ഇത്രയും ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതടക്കം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ, നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്? എന്തൊക്കെയായിരിക്കും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം അങ്ങ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ പ്രീഫാബ് ഹൗസുകളെ കൂടി അങ്ങൊന്ന് വിശദീകരിക്കൂ. ഈ പ്രീഫാബ് ഹൗസുകളുടെ സാധ്യത ഈ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിന് എത്രത്തോളം ശാസ്ത്രീയമായി സാങ്കേതികമായി ഒരു സാധ്യതയായി നിൽക്കുന്നുണ്ട്? നമസ്കാരം. ആദ്യം നമ്മൾ ചർച്ച തുടങ്ങിയ ഭാഗത്തുനിന്ന് വരാം. എല്ലാവരും ഈ വാടക വീട് എടുത്തിട്ട് എല്ലാ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. വളരെ നല്ല സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമാണത്. മന്ത്രി റിയാസ് ആദ്യം പറഞ്ഞിരുന്നു, ആദ്യം കുറച്ച് വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രീഫാബ് വീടുകൾ താൽക്കാലിക താമസത്തിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ മുമ്പിൽ അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ചെയ്ത ഗെയിംസ് വില്ലേജിൽ ചെയ്തിരുന്നത് പ്രീഫാബ് വീടുകളാണ്. ആ ഗെയിംസ് വില്ലേജിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഗെയിംസ് വില്ലേജിൻ്റെ ആ സ്ഥലം നമ്മുടെ വനിതാ ബറ്റാലിയന് വേണ്ടിയിട്ട് കൈമാറുകയുണ്ടായി. അന്ന് ആ പ്രീഫാബ് വീടുകൾക്ക് സാധാരണ നിർമ്മിക്കുന്ന വീടുകളുടെ ചിലവിൽ കൂടുതൽ ചിലവാക്കിയിട്ടാണ് ആ പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കിയത് ഗെയിംസ് വില്ലേജിൽ. താങ്കൾക്ക് അതിൻ്റെ പഴയ കണക്കുകളൊക്കെ പരിശോധിക്കാം. ആ വീടുകൾ വനിതാ ബറ്റാലിയലിന് ലഭിച്ചതിന് ശേഷം ആ വീടുകളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അത് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയാണെന്ന് പറയാം, പക്ഷേ മേപ്പാടിയിലത്തെ കാലാവസ്ഥയിലായാലും തണുപ്പായാലും ചൂടായാലും രണ്ടിനെയും ഏത് രീതിയിലാണ് ഈ പറയുന്ന പ്രീഫാബ് വീടുകൾ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് വയനാടിന്റെ കാലാവസ്ഥയിൽ പ്രീഫാബ് വീടുകൾ അനുയോജ്യമല്ല എന്നാണോ? അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അതിന് ഓരോ മെറ്റീരിയലും പ്രീഫാബ് ഉണ്ടാക്കുന്നത് തന്നെ പല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ വിശകലനം വേണം. ഇവിടെ നമ്മളുടെ ഗെയിംസ് വില്ലേജിൽ ഉപയോഗിച്ചത് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ചെയ്തത്. ഒരു തരത്തിലും അത്തരത്തിലുള്ള വീടുകളിൽ ഇവിടെ നമ്മളുടെ വനിതാ ബറ്റാലിയനിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. താങ്കളിവിടെ വന്ന് നോക്കിയാൽ കാണാം, ആ വനിതാ ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന വീടുകളൊക്കെ അവർ മാറ്റി പുതിയ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ കഴക്കൂട്ടത്താണ് ഗെയിംസ് വില്ലേജിനെ കുറിച്ച് അറിയാമല്ലോ, ആ സ്ഥലത്തുണ്ടായിരുന്നത്. അതുപോലെ മേപ്പാടിയിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തരത്തിലുള്ള മേനംകുളം, അതെ, ഈ മേപ്പാടിയിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച രീതിയിലുള്ള പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പുനരധിവാസത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രീഫാബ് വീടുകളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായാലേ ആ ഒരു കൺസ്ട്രക്ഷനുള്ള സ്പീഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതേസമയം നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ലൈഫ് വീടുകൾ ഒരുപാടെണ്ണം പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വളരെ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചിരുന്ന വീടുകളൊന്നും അത്രയും സ്പീഡിലൊന്നും തീർന്നിട്ടുമില്ല. ഈ പറഞ്ഞതുപോലെ പൂർത്തിയാക്കിയ വീടുകളുണ്ട്, എന്നാലും പൂർത്തിയാകാതെ കിടക്കുന്നതാണ് ഭൂരിഭാഗവും ഈ പ്രീഫാബ് വീടുകൾ തന്നെ. നമ്മളുടെ മൈൽഡ് സ്റ്റീലും ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾ, അതൊന്ന് ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. രണ്ടാമത്തെ, ഇനി അടുത്തതിലേക്ക് പോകാം. നമ്മൾ ഒരു പുനരധിവാസത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മളുടെ ഈ സ്ഥലം മുഴുവൻ, ഇപ്പോൾ വയനാട് മുഴുവൻ അതിതീവ്ര ലോല പ്രദേശമാണ് ശരിക്കും. അപ്പോൾ നമ്മളുടെ സർക്കാരിൻ്റെ തന്നെ ഡാറ്റയിൽ, സർക്കാരിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പ്രത്യേകിച്ച് ISRO മുതലുള്ള സ്ഥാപനങ്ങളുടെ ഡാറ്റയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സോയിൽ പൈപ്പിംഗ് തുടങ്ങിയ സംഭവവികാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഏരിയ എന്ന് വളരെ കൃത്യമായിട്ട് ഉണ്ട്. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മളുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, മിക്കവാറും നമ്മുടെ ലാൻഡ് യൂസ് ബോർഡൊക്കെ ആയിരിക്കും അതിന് പറ്റിയ ചെയ്യാൻ കഴിയുന്ന ഏജൻസികൾ, അവർക്കെല്ലാവർക്കും ഇതിൻ്റെ
ഏത് ലാൻഡിലാണ് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയുക എന്നുള്ള ഒരു സ്റ്റഡി വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അത്തരമൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ പുനരധിവാസത്തിനുള്ള സ്ഥലം തീരുമാനിക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കയ്യിലൊന്നും ആ ഡാറ്റ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് സെസ്സിനെ പോലെയുള്ള ISROനെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡാറ്റ എടുത്തതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനിയൊരു ദുരന്തം ഇപ്പോൾ അഭിമുഖീകരിച്ച ആൾക്കാർക്ക്, വ്യക്തികൾക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും. അപ്പോൾ അത്തരമൊരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും പറഞ്ഞു, ഇപ്പോൾ ദുരന്തം അഭിമുഖീകരിച്ച ആൾക്കാരുമായിട്ടുള്ള സംവാദം, അവരുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ളൊരു കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ടാക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസം. അതിൽ എത്രയോ ആൾക്കാർക്ക് ഈ പ്രീഫാബ് വീടുകളെക്കുറിച്ച് അറിയാം, മറ്റുള്ള തരത്തിലുള്ള വീടുകളെക്കുറിച്ച് അറിയാം, എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ, ആ സാധനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അവരുടെ ആഗ്രഹങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മളുടെ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ കൂടി ആത്മവിശ്വാസത്തിനുള്ള ഒരു പുനരധിവാസത്തിന് മാത്രമേ അതിന്റെ സാമൂഹിക ഫലം ഉണ്ടാക്കാൻ സാധിക്കൂ. ആത്മവിശ്വാസം മാത്രമല്ല, അവരെ കൂടെ അതിന് ഭാഗമാക്കണം, അതിനെ പങ്കാളികളാക്കുക, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആസൂത്രണത്തിൽ പങ്കാളികളാക്കുക തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആസൂത്രണത്തിലെ പങ്കാളിത്തം, അതല്ലേ PB സാജൻ ഉദ്ദേശിച്ചത്? അതെ, ആസൂത്രണത്തിലെ പങ്കാളിത്തം. ശരി.